ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെ സ്ഥിരം വരുന്ന പോലെ മേക്കിംഗ് വീഡിയോസ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു മരുന്നിൻ്റെ വീഡിയോ ആണ്. നീർക്കെട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു കിഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നീർക്കെട്ട് പോകാനും അതുപോലെ തന്നെ വേദന കുറയാനും നല്ലതാണ്. അപ്പോൾ ഇതൊരു വൈദ്യർ നമുക്ക് പറഞ്ഞു തന്നതാണ്. നമ്മൾ പണ്ട് മുതലേ ചെയ്യാറുണ്ട്. ഇപ്പോൾ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് എരിക്കിൻ്റെ ഇല എന്നാണ്, ഞങ്ങളുടെ ഇവിടെ പറയുക എരിക്കിൻ്റെ ഇല എന്നാണ്. പിന്നെ നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ലോ, നാടൻ പുളി, വാളംപുളി, അതിൻ്റെ ഇല, പിന്നെ ഇത് കരിനൊച്ചി. ഈ 3 ഇലയാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഇതുപോലെ കുരുകുരുന്നനെ അരിഞ്ഞെടുക്കുക. എല്ലാ ഇലയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ എരിക്കിൻ്റെ ഇല മാത്രമാണ് വീട്ടിലില്ലാതിരുന്നത്. കരിനൊച്ചിയും അതുപോലെ പുളിയുടെ ഇലയും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എരിക്കിൻ്റെ ഇല ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ ഒരു ചട്ടി വയ്ക്കുക, അതിലേക്ക് ഈ ഇലകളൊക്കെ ഇടുക, അതിൻ്റെ ഒപ്പം തന്നെ കല്ലുപ്പ് ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഇലകളെല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചീഞ്ചട്ടി കണ്ടിട്ട് ഇത് എങ്ങനെ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ മരുന്ന് ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ചീഞ്ചട്ടിയാണ്. അപ്പോൾ അതങ്ങനെ കുഴമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂടാക്കാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിഴിക്കൊക്കെ വേണ്ടി മരുന്നുകളൊക്കെ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉള്ളിലെ കളറൊക്കെ അങ്ങനെ. അപ്പോൾ അതേ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ നമ്മളത് വാട്ടിയെടുക്കും. ഇത് നമുക്കിപ്പോൾ ഒരു വൈദ്യർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീണിട്ട് ചേട്ടൻ ചെറുതായിട്ടൊന്ന് വീണുണ്ടായിരുന്നു. അപ്പോൾ നെഞ്ചിൻ്റെ ആ ഒരു പോർഷനിൽ ചെറിയ നീർക്കെട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ ഇത് ചെയ്താൽ മതി, വേറെ മരുന്നൊന്നും വേണ്ട, അത് കഴിച്ചിട്ട് ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രം നമുക്ക് മരുന്ന് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ രാവിലെയും വൈകിട്ടും ചെയ്യണം, 2 നേരം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു ഓയിൽമെൻറ്റും കൂടി തന്നിട്ടുണ്ട്. വേറെ ഉള്ളിലേക്കൊന്നും മരുന്നില്ല, ഓയിൽമെൻറ്റ്. അത് പുരട്ടി നമ്മൾ 1 മണിക്കൂറൊക്കെ പുരട്ടിയിട്ട് കിടക്കുക, രാത്രി പുരട്ടി കിടക്കുക. ഇത് നമ്മൾ 2 നേരം ചെയ്യുക, രാവിലെയും ചെയ്യുക രാത്രിയും ചെയ്യുക. ഈ കിഴി അതിലേക്ക് പിന്നെ നമ്മളൊരു കുഴമ്പ് എടുക്കുന്നുണ്ട്, മുറിവെണ്ണ എന്ന് പറയും. അതൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞങ്ങൾ മുറിവെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൽ ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് എപ്പോഴും ബലം കൂടുതലാവുമല്ലോ. കാരണം എല്ലാം വേറെ നമ്മൾ അതിലൊന്നും ചെയ്യില്ല. നമ്മൾ എത്ര വാങ്ങിക്കണത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു മായം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളവ് കുറേയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിലെല്ലാം കൃത്യ അളവിൽ തന്നെയാണല്ലോ എടുക്കുക. അപ്പോൾ അതിൽ കുറേ പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് കേട്ടോ മുറിവെണ്ണ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലൊരു തുണിയിലേക്ക് അതിന് ഇട്ടിട്ട് കിഴി കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വെള്ളത്തുണിയാണ് ഞങ്ങളെടുത്തത്. അപ്പോൾ നമുക്ക് പഴയ തുണിയൊക്കെ മതി. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കിഴി കെട്ടുക. അപ്പോൾ വലിയ തുണിയൊന്നും വേണ്ട, ഇത് കുറച്ച് മതി, കുറച്ചൊരു ഭാഗത്തേക്ക് വേണ്ടി മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കിഴിയൊന്നും വേണ്ട. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചാക്ക് ചിരട് വെച്ചിട്ടാണ് കേട്ടോ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ചൂടുണ്ടാവും, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കെട്ടുക. ഇനി നമ്മളിത് ആദ്യം നമ്മൾ ആ വച്ച ചീഞ്ചട്ടി തന്നെ ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അപ്പോൾ ഇതാണ് മുറിവെണ്ണ, അത് കുറച്ചെടുത്താൽ മതി കേട്ടോ, ഒരു പ്ലേറ്റിൽ ഒരു ഇത്തിരി മതി. എന്നിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ കിഴി ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എണ്ണയിലൊന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ ആവി പിടിക്കണ എവിടെയാണ് നമുക്ക് ആവി പിടിക്കണതെന്ന് വെച്ചാൽ അവിടെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് എണ്ണയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എവിടെയാണ് നമ്മൾ ആവി പിടിക്കണതെന്ന് വെച്ചാൽ അവിടേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെച്ച് നിൽക്കരുത്. നമ്മളിതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് വെച്ചെടുത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. 2 നേരം ചെയ്യണം, നമ്മൾ രാവിലെയും വൈകിട്ടും ചെയ്യണം. അതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്താലും മതി. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഇത് വെച്ച് ചെയ്തിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കുളിക്കരുത്, അപ്പോൾ നീർക്കെട്ട് കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുക. അല്ലെങ്കിൽ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പൊക്കെ നമ്മൾ ഇതുപോലെ കിഴി വെച്ചിട്ട് പിന്നെ ചൂടുവെള്ളം വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ കുളിക്കുക. പിന്നെ ഇതാണ് KM ലേപം എന്ന് പറഞ്ഞിട്ട്, ഇത് ജസ്റ്റ് നമ്മൾ പുരട്ടി കൊടുക്കണം. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പാണ് നിങ്ങളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ അത് അങ്ങനെ കിടന്നാൽ മതി കേട്ടോ. പിന്നെ നീർക്കെട്ടിൻ്റെ വേദനകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ 1-2 ദിവസം ചെയ്താലേ ഇതിനൊരു കുറവ് തോന്നുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. പിന്നെ ഞാൻ ഇന്ന് മോൾക്കൊരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത സമയത്ത് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉടുപ്പാണത്. അപ്പോൾ ആലിയക്കട്ട് മോഡലാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ആലിയക്കട്ട് മോഡൽ. പക്ഷേ ശരിയായിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഫൈനൽ ലുക്ക് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇതാണ് ബോഡി പാർട്ട്. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഫുൾ വീഡിയോ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അങ്ങനെ ഇടാത്ത കാരണം ഞാൻ പിന്നെ അതങ്ങനെ എടുത്തില്ല. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ടൈമിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ അടുത്ത വീഡിയോ നമ്മൾ മേക്കിംഗ് വീഡിയോസ് ആയിട്ട് തന്നെ വരും. ഞാൻ ഇന്ന് ഇതൊന്നും ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. നല്ലൊരു മരുന്നായിട്ട് തോന്നി. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി അത് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്ത് തരുന്ന പോലെ ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് തരാം. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇതാ ഞാൻ ഉടുപ്പിന് ആദ്യം ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മുഴുവൻ അഴിച്ച് കളഞ്ഞ് പിന്നെ ബോഡി പാർട്ടിന്മേൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രില്ലിട്ട് അത് അവസാനിപ്പിച്ചത്. തയ്ക്കാനിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചില പരിപാടികളുണ്ട്. ആദ്യം ഒന്ന് ചെയ്ത് നോക്കും, പിന്നെ അത് അഴിച്ച് മാറ്റും, എന്നിട്ട് പിന്നെ വേറെ രീതിയിൽ ചെയ്യും. അങ്ങനത്തെ ഒരു കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതാ എന്തായാലും ഫൈനൽ ലുക്ക് എനിക്കിഷ്ടമായി. ഞാൻ ആലിയ കട്ട് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ വന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉടുപ്പ് കണ്ടു കഴിയുമ്പോൾ അഭിപ്രായം കമൻറ്റിൽ പറയാം. അപ്പോൾ എംബ്രോയിഡറിയുടെയും ആരി വർക്കിൻ്റെയും വീഡിയോസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയൂ. ഞാൻ കുറേശ്ശെ അതും കൂടി അപ്ലോഡ് ചെയ്യാം. ആദ്യമൊക്കെ ചെയ്തിരുന്നതാണ്, പിന്നെ കുറച്ച് നാളായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ചെയ്യുന്ന വർക്കുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഞാൻ എംബ്രോയിഡറിയുടെ വീഡിയോസ് ഇട്ടിട്ടാണ് അധികം ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എംബ്രോയിഡറി അതുപോലെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ എന്താ ഫാബ്രിക് പെയിൻറ്റിങ്, അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ആദ്യം വീഡിയോസ് ഇട്ടിരുന്നത്. പിന്നെ ഈ ജ്വല്ലറി മേക്കിങ്, ഹെയർ ആക്സസറീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസായി അധികം. ഇപ്പോൾ ഇനി വീണ്ടും നമ്മൾ എംബ്രോയിഡറിയിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്ത് തരുന്ന പോലെ നിങ്ങൾ ഇതും സപ്പോർട്ട് ചെയ്ത് തരുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിത് രാത്രിയായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്, കാരണം കളറും ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അത് അങ്ങോട്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എനിക്ക്. നാളെ നമുക്ക് ഒരു അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് വീഡിയോ എടുത്താണ്. മോളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പിടിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പുതിയ ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.